ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പേഷ്യൻ്റ് ഒ പി വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഒരു എക്കോ TMT അല്ലാണ്ട് വേറെ എന്തെങ്കിലും നമുക്കൊരു പുതിയ ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, ഒരു കാർഡിയക് റിസ്ക് അസസ് ചെയ്യാനായിട്ട്? നമുക്ക് ഹാർട്ട് ഡിസീസസ് കുറച്ച് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് കാർഡിയക് CT അല്ലെങ്കിൽ CT കോർണറി ആൻജിയോഗ്രാം നമ്മൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇപ്പം. എസ്പെഷ്യലി കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ കാർഡിയക് CTക്ക് കുറേ കൂടെ റെലവൻസ് കൂടിയിരിക്കുകയാണ്. നമ്മളൊരു കൺവെൻഷണൽ ആൻജിയോ ആയിട്ട് അപേക്ഷിച്ച് എന്തൊക്കെയാണ് ഒരു ഡിഫറൻസ് വരുന്നത് CT കോർണറി ആൻജിയോഗ്രാം? CT ആൻജിയോഗ്രാം ഒരു നോൺ ഇൻവേസീവ് ടെസ്റ്റാണ്. കൺവെൻഷണൽ ആൻജിയോഗ്രാമിൽ നമുക്കറിയാം നമ്മുടെ റേഡിയൽ ആർട്ടറി അല്ലെങ്കിൽ കൈത്തണ്ടൽ ആർട്ടറി വഴി ചെറിയൊരു കാത്തീറ്റർ പാസ് ചെയ്തതിന് ശേഷം നമ്മൾ കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്ത് നമ്മുടെ ആർട്ടറീസിനെ കാണുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഡേ കെയർ പ്രൊസീജിയറാണ്, പക്ഷെ ഇൻവേസീവ് ആണ്. ഡോക്ടർ ജെയുടെ അഭിപ്രായത്തിൽ CTയിൽ നമുക്കൊരു ഹാർട്ട് ഡിസീസ് കാണുന്നതിൻ്റെ ഒരു ഇത് പറയാൻ പറ്റും നമുക്കൊരു രണ്ട് കാര്യങ്ങളാണ് സാറിന് നോക്കുന്നത്. ഒരു സ്കോറുണ്ട്, അഗാറ്റ്സ്റ്റൺ സ്കോർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് 0 എന്ന് പറഞ്ഞാൽ കാൽസ്യമേ ഇല്ല, ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് സിനാരിയോ. പിന്നെ 0 to 10 മിനിമൽ കാൽസ്യം, 10 to 100 മൈൽഡ്, 100 to 200 മോഡറേറ്റ്, മോർ ദാൻ 200 സിവിയർ കാൽസിഫിക്കേഷൻ. അപ്പോൾ അത് വിത്തൗട്ട് എനി കോൺട്രാസ്റ്റ്. പിന്നെ അല്ലാണ്ട് നമുക്കൊരു ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ IV കോൺട്രാസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടും. അതിന് CT കോർണറി ആൻജിയോഗ്രാം എന്നാണ് പറയുന്നത്.